ഞാൻ അഴിമതി നടത്തില്ല, നടത്താൻ ആരെയും അനുവദിക്കില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിട്ടുന്ന വേദികളിലൊക്കെ യാതൊരു സഹായവുമില്ലാതെ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്ന വരികളാണ് ഇവ. അഴിമതിക്കെതിരെയുള്ള ഈ സിംഹഗർജനം കേട്ട് കൈയടിച്ചവർ നിരവധിയാണ് ഈ രാജ്യത്ത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ വാദങ്ങളെ അപ്പാടെ പൊളിച്ചെടുക്കുന്നതാണ്. അഴിമതി വിരുദ്ധതയുടെ ഈ ആവരണം പൊളിയുന്നത് സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ കുടുംബത്തിന് നേരെ ഉയരുന്ന ഗുരുതരമായ ആരോപണങ്ങളിലൂടെയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യവും ശ്രദ്ധയും. പ്രധാനമന്ത്രിയുടെ ഇളയ സഹോദരൻ പങ്കജ് മോദിക്ക് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിവിട്ട രീതിയിൽ ഖജനാവ് തുറന്നു കൊടുക്കുന്നു എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗുജറാത്തിൽ നടന്ന ഏക്താ പരേഡ് രാജ്യസ്നേഹത്തിന്റെയും ഒരുമയുടെയും അടയാളമായി ആഘോഷിക്കപ്പെട്ട ഈ ചടങ്ങിന്റെ മറവിൽ നടന്നത് കോടികളുടെ അഴിമതിയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. പക്ഷേ പുറത്തു വന്ന സർക്കാരുകളുടെ തന്നെ ഉത്തരവുകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പരേഡിനായി ടാബ്ലോകൾ നിർമ്മിക്കാൻ കരാർ നൽകിയതിലാണ് ഈ അഴിമതിയുടെ ആദ്യഘട്ടം ഒളിഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 31 നടന്ന ഈ പരിപാടിയുടെ പ്ലാനിംഗ് 1 വർഷം മുൻപേ തുടങ്ങിയതാണ്. എന്നിട്ടും ഇതിലെ കരാറുകൾ നൽകാൻ യാതൊരുവിധ ടെൻഡർ നടപടികളും പാലിച്ചിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒക്ടോബർ 31 പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ലൈഫ് പിക്സൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള 5 കമ്പനികൾക്ക് നേരിട്ടാണ് കരാർ നൽകിയിരിക്കുന്നത്. ഇതിൽ പല കമ്പനികളും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉടമസ്ഥതയിലുള്ളവയാണ്. സമയക്കുറവ് കാരണമാണ് ടെൻഡർ വിളിക്കാത്തത് എന്നാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ആ വലിയ വിശദീകരണം. 1 വർഷം മുൻപേ തീരുമാനിച്ച പരിപാടിക്ക് അവസാന നിമിഷം സമയമില്ലെന്ന് പറയുന്നത് ആരാണ് വിശ്വസിക്കേണ്ടത്? ഈ നിഗൂഢതയുടെ ചുരുളഴിയുന്നത് ഇതിലെ സെലക്ഷൻ കമ്മിറ്റിയെ പരിശോധിക്കുമ്പോഴാണ്. ഈ ടാബ്ലോകൾ തിരഞ്ഞെടുക്കാനും അത് ഫൈനലൈസ് ചെയ്യാനുമുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ അധിപനായി പ്രധാനമന്ത്രിയുടെ ഇളയ സഹോദരൻ പങ്കജ് മോദിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒക്ടോബർ 29 ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം ടാബ്ലോകളുടെ അവസാന തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം ഇപ്പറഞ്ഞ പങ്കജ് മോദിക്കാണ്. ടാബ്ലോ നിർമ്മാണത്തിലോ കലയിലോ യാതൊരു തരത്തിലുമുള്ള മുൻപരിചയമില്ലാത്ത പങ്കജ് മോദിക്ക് ഈ പദവി നൽകിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ സേവനത്തിന് പങ്കജ് മോദിക്ക് പ്രതിദിനം 10,000 രൂപയാണ് ശമ്പളമായി നൽകുന്നത്. ഇതുകൂടാതെ താമസം, എയർ ടിക്കറ്റ്, മറ്റാഡംബര സൗകര്യങ്ങൾ എന്നിവയെല്ലാം നൽകുന്നത് സാധാരണക്കാരന്റെ, എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ്. പങ്കജ് മോദിയുടെ മുൻകാല സർവീസ് ചരിത്രം പരിശോധിച്ചാൽ അവിശ്വസനീയമായ കുതിച്ചുചാട്ടങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. 1981 ഗുജറാത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സാധാരണ ക്ലാസ് 3 ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ച ഇദ്ദേഹത്തിന്റെ ഭാഗ്യം തെളിയുന്നത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതോടെയാണ്. നിയമങ്ങളെല്ലാം മരവിപ്പിച്ചുകൊണ്ട് സഹോദരന് സ്ഥാനക്കയറ്റങ്ങളുടെ പെരുമഴ ലഭിച്ചു. ഗുജറാത്ത് സിവിൽ സർവീസ് റൂൾസ് പ്രകാരം ക്ലാസ് 2 തസ്തികയിലേക്ക് മാറാൻ 8 വർഷത്തെ സർവീസ് വേണമെന്നിരിക്കെ നിയമം ലംഘിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് നേരത്തെ പ്രമോഷൻ നൽകി. ഇത്തരത്തിൽ സീനിയർമാരായ പല ഉദ്യോഗസ്ഥരെയും പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെയും തഴഞ്ഞുകൊണ്ടാണ് പങ്കജ് മോദിയുടെ ഈ വളർച്ച വന്നത്. 2016 വിരമിച്ച ശേഷവും അദ്ദേഹം ആ പദവിയിൽ അങ്ങനെ കടിച്ചു തൂങ്ങി. ഒടുവിൽ മറ്റുദ്യോഗസ്ഥർ കോടതിയെ സമീപിക്കുമെന്ന് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹം പടിയിറങ്ങിയത്. എന്നാൽ ഇപ്പോൾ വിരമിച്ച ശേഷവും കേന്ദ്ര സർക്കാർ പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അദ്ദേഹത്തെ അങ്ങനെ തന്നെ സംരക്ഷിക്കുകയാണ്. വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിലും ഗുജറാത്തിന്റെ ടാബ്ലോ തീരുമാനിക്കുന്നത് ഇദ്ദേഹം തന്നെയായിരിക്കും. മാസത്തിൽ ഏകദേശം 3 ലക്ഷം രൂപയോളം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ഇദ്ദേഹത്തിന് വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. ഗുജറാത്തിലെ ഭരണകക്ഷിയിലെ 5 MLA-മാർ തന്നെ അഴിമതിയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ സാഹചര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നത് ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നുണ്ട്.